ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നത് സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി നാം ചെയ്യുന്നതെല്ലാം സമാധാനം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അശാന്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മുടെ മനസ്സ് ഇന്ദ്രിയദ്വാര ബഹിർഗമിക്കുമ്പോൾ പല വസ്തുക്കളും നാം കാണുന്നതിൽ രണ്ട് സ്വഭാവമുണ്ടാകുന്നു: ഇഷ്ടം, അനിഷ്ടം. ചിലതിനോടൊക്കെ ഇഷ്ടം തോന്നും, ചിലതിനോടൊക്കെ അനിഷ്ടം തോന്നും. ചിലതിനോട് രാഗം, ചിലതിനോട് ദ്വേഷം. ഇങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങളും തെറ്റും ശരിയും വിധി നിഷേധങ്ങളും നിറഞ്ഞവയാണ് ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങളെല്ലാം തന്നെ. അത് നമ്മുടെ മനസ്സിനെ ഇളക്കി മറിച്ച് കലുഷമാക്കി തീർക്കുന്നു. ഈ കാലുഷ്യം കെട്ടടങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സ് ഈ പ്രപഞ്ച വസ്തുക്കളിലെല്ലാം തന്നെ ഇന്ദ്രിയദ്വാര ബഹിർഗമിക്കുമ്പോൾ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഏക ചൈതന്യമാണെന്ന ബോധത്തിൽ വർത്തിക്കുക തന്നെ വേണം. അത് മനസ്സിനെ നാം അഭ്യസിപ്പിച്ചെടുക്കണം. വാസ്തവത്തിൽ ഇവിടെ നമുക്ക് തോന്നപ്പെടുന്ന സുഖങ്ങളെല്ലാം ക്ഷണികമാണ്. അത് നിസാരവുമാണ്. അത് നിസാരമാണെന്ന് എപ്പോഴാണ് മനസ്സിലാവുക? സാരമായതിനെ അറിയുമ്പോഴാണ്. ആത്മസുഖത്തിൻ്റെ മഹത്വം കേട്ടറിഞ്ഞ് അത് ലഭിക്കുന്നതിന് വേണ്ടി നിസാരമായതിനെ തള്ളി സാരമായതിലേക്ക് നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ആ സാരമായത് അനുഭവിക്കുമ്പോഴാണ് ഞാൻ ഇതുവരെ വ്യർത്ഥമായി നിസാരമായവയിൽ എൻ്റെ വിലയേറിയ സമയം പാഴാക്കിയല്ലോ എന്ന പശ്ചാത്താപമുണ്ടാകുന്നത്. അതിനാൽ അതിന് നാം ഇടവരുത്തരുത്. സാന്ത്വനം തരുന്നു ഞാനിതാ, ശാന്തി നീർ നിനക്കു മോന്തിടാം, ഭ്രാന്തമായലഞ്ഞു പോകല, ശാന്തമായി ഭജിക്കു ഈശനെ. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. സാന്ത്വനം തരുന്നു ഞാനിതാ. നമുക്ക് സാന്ത്വനം തരുന്നു ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും, അല്ലെങ്കിൽ ഗുരു, അല്ലെങ്കിൽ സർവേശ്വരൻ തന്നെ നമുക്ക് സ്വാന്തനം തരാൻ കാത്തിരിക്കുന്നു. സാന്ത്വനം തരുന്നു ഞാനിതാ, ശാന്തി നീർ നിനക്കു മോന്തിടാം. ശാന്തിയാകുന്ന നീരെ നമുക്ക് യഥേഷ്ടം മോന്തിക്കുടിക്കാൻ സാധിക്കും. അതിനുവേണ്ട സാന്ത്വനം നമുക്ക് തരുന്നു. ഭ്രാന്തമായി അലഞ്ഞു പോകലാം. ഭ്രാന്തി പിടിച്ച് ലോകവസ്തുക്കൾക്ക് വേണ്ടി അലഞ്ഞ് നീ ജന്മത്തെ പാഴാക്കിക്കളയല്ലേ എന്നാണ് എല്ലാ അനുഭവസ്ഥരായ ഗുരുക്കന്മാരും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ശാന്തി നീർ നിനക്കു മോന്തിടാം, ഭ്രാന്തമായി അലഞ്ഞു പോകല, ശാന്തമായി ഭജിക്കൂ ഈശനെ. അതുകൊണ്ട് ഈശ്വരനെ ശാന്തമായി ഭജിക്കൂ. ആ ശാന്തി നീര് മോന്തിക്കുടിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് സാധിക്കുക എന്നതാണ് മാനവജന്മത്തിൻ്റെ പരമമായ ഉദ്ദേശവും. മനുഷ്യന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മറ്റ് ജീവജാലങ്ങൾക്കൊന്നിനും അത് സാധ്യമല്ല. അതിനാൽ മാനവജന്മം സഫലമാക്കി തീർക്കാൻ ആ ശാന്തി നീർ നാം കുടിക്കാൻ നമ്മൾ ഭ്രാന്തമായി അലയാതിരിക്കണം. അങ്ങനെ അലയാതെ തൻ്റെ ചിത്തത്തെ, അല്ലെങ്കിൽ തൻ്റെ മനസ്സിനെ ആ പരമമായ സത്യത്തിലേക്ക് തിരിച്ചു വിടുക എന്ന ജോലി നാം ചെയ്യുക തന്നെ വേണം. അതിനാൽ ആ പ്രവർത്തിക്കാണ് സാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് നിത്യവും നിരന്തരമായി സാധന അനുഷ്ഠിക്കുമ്പോൾ ഈ പ്രപഞ്ച സുഖങ്ങളെല്ലാം നിരർത്ഥകമാണെന്നും ക്ഷണികമാണെന്നും ബോധിച്ച് ശാശ്വതമായ സുഖത്തിൻ്റെ ഉടമകളായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്. അത് സാധിക്കുക എന്നതാണ് മാനവജന്മത്തിൻ്റെ പരമമായ ഉദ്ദേശം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഓരോ സെക്കൻഡും വിനിയോഗിക്കേണ്ടത്. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ എപ്പോഴാണ് വേർപെടുന്നത് എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. എത്ര കാലം ഇരിക്കുമെന്നും പറയാൻ പറ്റില്ല.
ഇതിൻ്റെ ആരോഗ്യവും നമുക്ക് ഇപ്പോഴുള്ളത് അടുത്ത നിമിഷം ഉണ്ടാവണം എന്നുമില്ല. അതിനാൽ ഇപ്പോഴുള്ള ഈ അവസരത്തെ വേണ്ടമാതിരി വിനിയോഗിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ആ ബുദ്ധി, നമുക്ക് ദൈവം തന്ന ബുദ്ധി ഈ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് വിവേകികൾ ചെയ്യുക. ഭ്രാന്തമായലഞ്ഞു പോകല സാന്ത്വനം തരുന്നു ഞാനിതാ, ശാന്തി നേർ നിനക്കുമോന്തിടാം. ഭ്രാന്തമായലഞ്ഞു പോകല ശാന്തമായി ഭജിക്കു ഈശനേ.